ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് കാണിക്കുന്നത്. മസ്കറ്റിലെ സൂറിലുള്ള റാസൽ ഹഡ് എന്ന സ്ഥലത്ത് ആമയെ കാണാൻ പോയിട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. മസ്കറ്റിലെ പോയി വരാം ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞങ്ങൾ റാസൽ ഹഡിലേക്ക് പോയത്. പോയി വരാം ഗ്രൂപ്പിൻ്റെ കൂടെ രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഉച്ചക്കാണ് പുറപ്പെട്ടത്. വൈകുന്നേരമായപ്പോൾ ചായ കുടിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഒരു നാടൻ സ്റ്റൈലിലുള്ള റെസ്റ്റോറൻ്റായിരുന്നു അത്. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ഓരോ തവണയും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും അതുപോലെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഉള്ളതായിരുന്നു ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയപ്പോൾ ഉണ്ടായത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ചുമരൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. കുറിയാത്ത വഴിയായിരുന്നു സൂറിലേക്ക് പോയത്. സൂറെത്തിയപ്പോഴുള്ള സൂറിൻ്റെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. എല്ലാ ഭാഗം നോക്കിയാൽ കടലും ബോട്ടും തോണിയും ഒക്കെ കാണാമായിരുന്നു. ബസ്സിൽ നിന്ന് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായി. എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടാണ് ടൂറിലേക്ക് പോയത്. റാസൽ ഹഡിൽ എത്തുമ്പോഴേക്കും ഞങ്ങൾ രാത്രിയായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട്, അൽ അസാല റിസോർട്ട്. മസ്കറ്റിൽ ഇപ്പോൾ അത്യുഷ്ണമാണെങ്കിലും ഇവിടെ നല്ല കാലാവസ്ഥയായിരുന്നു ഉണ്ടായത്. നല്ല തണുപ്പും അതുപോലെ നല്ല കാറ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ചൂടൊന്നും അറിഞ്ഞേയില്ല. ഓരോ വില്ലയിലും 3 റൂംസാണ് ഉണ്ടായത്. പോരാത്തതിന് കിച്ചണും എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളതായിരുന്നു ഓരോ വില്ലകളും. കടലിനടുത്തുള്ള റിസോർട്ടായതുകൊണ്ട് നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും റൂമിലൊക്കെ പോയി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ രാത്രിയത്തെ ഡിന്നർ കഴിച്ചു. അതിനുശേഷമാണ് ഓരോ എൻ്റർടൈൻമെൻറ്റും ഉണ്ടായത്. പാട്ടും മൈൻഡ് ഗെയിമും ഹിപ്നോട്ടിസവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ടൈം പാസ്സായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായത്.
കൂട്ടത്തിലുണ്ടായ ഒരു ചേട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ആഘോഷിച്ചു. ഇത് ഒന്നി ഈ ഓർഡറിൽ വയ്ക്കാം, അതല്ലെങ്കിൽ ഇഷ്ടമുള്ള ഓർഡർ ഇത് മാറ്റാം. ഈ ഓർഡർ വയ്ക്കുമ്പോൾ അത് എന്ന് പറയണ്ട, ജസ്റ്റ് എഴുതിക്കോ. നീ പറയണ്ട, നീ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണ്ട. ഞങ്ങൾ പുലർച്ചെ ആകുന്നതുവരെ പലതരം ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പുലർച്ചക്കാണ് ആമയെ കാണാനായിട്ട് ഞങ്ങൾ പോയത്. നടന്നു പോകേണ്ട ദൂരം മാത്രമേ ആമയെ കാണാൻ പോകാനുള്ളൂ. ഞങ്ങൾ പോയ ദിവസം ഭാഗ്യത്തിന് ആമയെ കാണാൻ കഴിഞ്ഞു. സൂര്യൻ ഉദിച്ച് കഴിയുമ്പോഴേക്കും ആമ മെല്ലെ കടലിലേക്ക് തിരിച്ചു പോകും. ആമയെയും കണ്ട് വരുമ്പോഴേക്കും രാവിലെയായി. അതിനുശേഷം എല്ലാവരും ഒന്ന് കുറച്ചു നേരം ഉറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഉച്ചയാകുമ്പോഴേക്ക് ഞങ്ങൾ തിരിച്ച് മസ്കറ്റിലേക്ക് പുറപ്പെട്ടു. ഒഴിവരാം ഗ്രൂപ്പിൻ്റെ കൂടെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു. ഒഴിവരാം ഗ്രൂപ്പിൻ്റെ അസീഫ് അലിക്കും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും 1000 അഭിനന്ദനങ്ങൾ. ഇനിയും ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പായി പോകാൻ കഴിയട്ടെ.
വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് മസ്കറ്റിൽ എത്തി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നും ഞാനുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ പുതിയ വീഡിയോയുമായി വീണ്ടും താങ്ക് യു.